നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഹർഷനെയും കൂട്ടി ഉടനെ എത്തും. അതുവരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ഏത് വിധേനയും. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്തായാലും ഇനി നീ എന്ത് മലമറിക്കൽ നടത്തിയാലും വിഷ്ണുവേട്ടനെ വിട്ടുകിട്ടാൻ പോകുന്നില്ലടി. കയ്യോടെ അത് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇവൾ ഇങ്ങനെ വിളിച്ച് ചൊറിഞ്ഞോണ്ടേയിരിക്കും. ഹർഷൻ. അതെ, ഹർഷൻ തന്നെ. എന്റെ മുഖം അപ്പൊ നീ മറന്നിട്ടില്ല അല്ലേ? മറന്നത് നിങ്ങളല്ലേ? നിങ്ങളെ വിശ്വസിച്ച് എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് ഇറങ്ങി വന്ന എന്നെയല്ലേ നിങ്ങൾ ചതിച്ചത്? വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് ഓർത്തോ? എന്നിട്ടിപ്പോ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോ അത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ? അതും ആ ശാലിനിയെ കൂട്ടുപിടിച്ച്. നിങ്ങൾക്കറിയോ, എന്റെ നാശം കാണാൻ നടക്കുന്നവളാ ആ ശാലിനി. എന്നെ ചതച്ചതും പോരാഞ്ഞിട്ട് അവളെയും കൂട്ടുപിടിച്ച് എന്നെ വീണ്ടും ദ്രോഹിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നേ? ഞാൻ എന്ത് ദ്രോഹമാ കാർത്തിക നിന്നോട് ചെയ്തത്? നിന്നെ തിരക്കി ഈ നാട് മുഴുവൻ നടന്നതോ? അതോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കടൽ കടന്ന് ഈ കാണുന്ന ഓട്ടം മുഴുവൻ ഓടിയതോ? ആത്മാർത്ഥമായിട്ടല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും ആത്മാർത്ഥമായിട്ട് തന്നെയാ. ആത്മാർത്ഥത നിങ്ങൾക്ക് എങ്ങനെയാ വാക്ക് പറയാൻ തോന്നുന്നു? മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇപ്പൊ പഴയ കാമുകിയെ തേടി വന്നിരിക്കുന്നു. അങ്ങനൊരു ബന്ധത്തിന് ഇനി ഈ കാർത്തികയെ കിട്ടില്ല. നീ അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ശാലിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടിയതാണെന്ന് അറിഞ്ഞോണ്ടല്ലേ വിഷ്ണുവിന്റെ ഭാര്യയാവാൻ നീ തയ്യാറാവുന്നത്? അപ്പൊ അത് ചതിയല്ലേ? അതിൽ വഞ്ചനയില്ലേ? ഞാൻ ഇന്നും എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് കാർത്തിക എന്ന നിന്നെ മാത്രമാണ്. കടല് കടന്ന് വന്നതും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാ. ഹർഷൻ ഒരു വാക്കേ ഉള്ളൂ. അതുപോലെ തന്നെ ഹർഷനെ സ്നേഹിക്കാനും ഈ ഭൂമി മലയാളത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ല. അപ്പൊ എനിക്ക് കിട്ടിയ ഫോട്ടോസ് അത് ഫേക്കാണ് കാർത്തികേ. നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കാർത്തികേ, എല്ലാം മധുശ്രീയുടെ കളിയായിരുന്നു. ഹർഷന്റെ ഫോട്ടോയും വേറെ ഏതോ പെൺകുട്ടിയുടെ ഫോട്ടോയും ചേർത്ത് കല്യാണ ഫോട്ടോ ഉണ്ടാക്കിയത് മധുശ്രീയുടെ ബുദ്ധിയാ. ഈ കല്യാണം നടക്കേണ്ടത് അവളുടെ ആവശ്യ. അതിനവൾ നിന്നെ കരുവാക്കി. ഈ പറയുന്നതൊക്കെ സത്യമാണോ? അപ്പോ ഹർഷനോട് ഞാൻ ചെയ്തത് വലിയ ദ്രോഹമായി പോയി കാർത്തികേ. പക്ഷെ നിനക്ക് ഇനിയും തെറ്റ് തിരുത്താൻ സമയമുണ്ട്. ഹർഷനെ സ്വീകരിക്കാനും സമയമുണ്ട്. തീരുമാനമെടുക്കേണ്ടത് നീ മാത്രം. എങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറാം. സത്യാമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യാം. വേണം. നോക്ക്, നിന്നെ മാത്രം സ്നേഹിക്കുന്നവനാണ് ഹർഷൻ. അത് ഹർഷന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പമാണ് കാർത്തിക നമ്മൾ ജീവിക്കേണ്ടത്. നിനക്ക് ചേരുന്നത് ഹർഷൻ തന്നെയാ. ഞാൻ ഹർഷനെയും കൂട്ടി ഉടനെ എത്തും. അതുവരെ നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ഏത് വിധേനയും. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഈശ്വര, അപ്പൊ ഇത്രയും കാലം ഞാൻ ചിന്തിച്ചത് എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടാൻ പോവാ. അതൊരു കുരുക്കാണ്. കാർത്തികേയന്റെ കഴുത്തി കുരുക്കുള്ള കുരുക്ക്. ഇതിപ്പോ ഞാനല്ല കാർത്തികയുടെ കഴുത്തി കെട്ടാൻ പോകുന്നേ. എന്റെ തലയില എല്ലാവരും കൂടി ഇത് വെച്ച് കെട്ടിത്തരാൻ പോകുന്നേ. രക്ഷപ്പെടാനൊരു വഴിയില്ലല്ലോ ഈശ്വര.
ശാലിനി എന്റെ ചങ്കാണ്, പുല്ലാണ്, പുല്ലാങ്കുഴലാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ ഈ വേഷം കെട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലോടാ. അമ്മയോടുള്ള കൂറ് പറഞ്ഞ് മറ്റൊരു പെണ്ണിനെ കൂടി നിനക്ക് കൂടെ കൂട്ടണം. എടാ കള്ളച്ചങ്കരാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപാര തൊലിക്കട്ടി തന്നെ. എന്നാ നീ കരുതിക്കോ, നീ ഒന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാ ഇവിടെ ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. കണ്ടു ഞെട്ടാൻ നീ തയ്യാറായി ഇരുന്നോടാ രണ്ടാം കെട്ടുകാരാ. സത്യാമ്മ നിറഞ്ഞാടുകയാ. മുഖ്യ ശത്രുവിനെ ഒതുക്കി മകനൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നതിന്റെ ത്രില്ലുണ്ട് അവരുടെ മുഖത്ത്. സന്തോഷിക്കട്ടെ, സന്തോഷിച്ച് മറിയട്ടെ. കടൽ തീരകൾക്ക് അധിക നേരം തീരത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചു പോവണ്ടേ വന്നിടത്തേക്ക് തന്നെ. അല്ല മധുശ്രീ, നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ദേ, നിനക്കറിയാലോ, ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസം ഇന്ന്. ഒരു പോരായ്മയും വരുത്താതെ ഇതൊന്ന് അവസാനിക്കുന്നത് വരെ എനിക്ക് ഇരിപ്പുണ്ടാവില്ല. ആ തങ്കം, ഹസ്ബൻഡ് വന്നില്ലേ? വന്നു. കണ്ടില്ലല്ലോ. ഫോൺ ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയതാ. ദേ, എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ടേ പോകാവൂ. ഈ തിരക്കിനിടയ്ക്ക് ഓരോരുത്തരോടായിട്ട് വന്ന് പറയാനൊക്കാത്തതുകൊണ്ടാ. ആ, എന്നാ ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ. ശ്യാമേ, കാർത്തികയെ എതിരേറ്റ് കൊണ്ടുവരാനുള്ള കുട്ടികളെ ഒന്ന് റെഡിയാക്കിയില്ലേ? അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലേ കാർത്തികയെ പന്തലിലേക്ക് ആനയിച്ചുകൊണ്ട് വരാൻ പപ്പിയും കൂട്ടുകാരെയും താലം കൊടുത്ത് ഒരുക്കി നിർത്തണമെന്ന്. താലം നിർത്തി ആലയിക്കാനായിട്ടേ വരുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനൊന്നും അല്ലല്ലോ. അല്ല, ഈ ആനപ്രേമികൾക്ക് അങ്ങനൊരു പരിപാടി ഉള്ളതാ. പൊന്നി, സത്യമേ, താലവും കുട്ടികളും ഒക്കെ അവിടെ റെഡിയാ. എന്നാ പോയി കാർത്തിക മോളെ ആനയിച്ചോണ്ട് വാ. എന്നാ ഇനി പെൺകുട്ടി പിടിച്ചോണ്ട് വരേണ്ട, താരം കൈമാറേണ്ട ചടങ്ങാ. അതാരാ ഏറ്റുവാങ്ങുന്നതെന്ന് വെച്ചാ മുന്നോട്ട് വരിക. ശ്യാമേ, നീ ആ ചടങ്ങ് നടത്തേണ്ടത്. ഞാനോ? എന്റെ കുഞ്ഞേച്ചിയെ എന്നേക്കുമായി ഇവിടുന്ന് പടിയിറക്കാൻ ഞാൻ തന്നെ അവൾക്ക് പരവതാനി വിരിച്ചു കൊടുക്കണോ? ഞാനാണോ അവളെ ആനയിച്ച് പന്തലിലേക്ക് കൊണ്ടുവരേണ്ടത്? താലം ഒന്ന് വാങ്ങിക്കേ, എന്നിട്ട് അതുമായി ചെന്ന് കാർത്തികയെ കൂട്ടിക്കൊണ്ടുവാ. സമയം പോകുന്നു. ഭഗവാനെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ. എന്റെ കുഞ്ഞേച്ചിയുടെ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊളുത്തുന്നത് പോലെ ആയല്ലോ ദൈവമേ ഇത്. ശ്യാമേ, വന്ന് വാങ്ങിക്കേ, നോക്കി നിൽക്കാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.